ഇൻഷാ അല്ലാഹ് താഴെ തൊട്ടുവരെ ബിദ്അത്തുകാരുടെ വിദണ്ഡവാദങ്ങളെ ഓരോന്നോരോന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിന്റെ കീടങ്ങളും സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും. ഇന്ന് നാടെന്നുള്ളവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ എന്തൊക്കെയാണ്? ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രമുഖനായ പണ്ഡിതൻ സമസ്തന്റെ ആലിമീങ്ങളെ കുറിച്ച് പറയുന്ന ആ ഒരു ഭാഗം കേൾക്കും നിങ്ങൾ. സമസ്തന്റെ പണ്ഡിതന്മാരൊക്കെ വിഡ്ഢികളാണ്, വളരെ മോശമായി കൊണ്ട് പറയുന്ന ശൈലി ഒന്ന് കേൾക്കും നിങ്ങൾ. ആരാണ് നിന്നോട് ചോദിച്ചാൽ സമസ്തയിലെ മുസ്ലിയാക്കന്മാരാണ്. ലോകത്ത് യുക്തിവാദികളെക്കാൾ, ലോകത്തെല്ലാ വർഗത്തെക്കാളും ഏറ്റവും തലച്ചോറ് നഷ്ടപ്പെട്ട വർഗം ഈ പറഞ്ഞ സമസ്തയിലെ മൂല്യന്മാർ. എനിക്ക് അതിലൊരു സംശയമില്ല. എന്റെ കൂട്ടത്തിലുള്ളവർക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല. എന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ലോകത്തെ ഏറ്റവും നിന്ദ്യരാണെന്ന് ചോദിച്ചാൽ അത് ഈ വർഗമാണ്. ഞാൻ 1000 വട്ടം പറഞ്ഞു, എന്നെ കൊന്നാലും വെട്ടി നുറുക്കിയാലും ബോംബിട്ട് തകർത്താലും ഈ ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് ഇവിടുത്തെ വേറെ ആരും അത്ര വലിയ ശത്രുവല്ല. ഉസ്താദുമാർ നമ്മളെ, അത് അള്ളാഹ് പറഞ്ഞു സൂറത്ത് തൗബ, എന്റെ വകയല്ല, 34 അതിൽ പറയുന്നത് എന്താണ്? ഇന്ന കസീറൻ മിനൽ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞിട്ടത്രേ സമസ്തയാണത്രേ ഏറ്റവും വലിയ വിഡ്ഢികളെന്ന്. ഇയാൾക്ക് അങ്ങനെയാണ് ആയത്താണ്ട് ഓത എന്തേലും അർത്ഥം വെക്കുക. പണ്ട് നാട്ടികസ്ഥാന പറയാറുണ്ട്, മുജാഹിദീങ്ങൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകണമെന്ന് പറയും. തെളിവ് ചോദിച്ചാൽ പറയും ഇന്ന ആയത്തേനാക്കൽ കൗസർ. അതും ഈ സ്ത്രീകൾ പള്ളിയിൽ പോയിട്ട് എന്താ ബന്ധമുള്ളത് എന്നത് ശരിക്കും ബോധ്യപ്പെടുകയാണ്. ആയത്തോതിക്കൊണ്ട് നാട് നീളെ പ്രസംഗിച്ച് നടക്കുന്നു സമസ്തന്റെ പണ്ഡിതന്മാർ വിഡ്ഢികളാണ്. കാരണം പറയുന്നത് അറിയോ? ഇതും പറയാ, സമസ്തന്റെ പണ്ഡിതന്മാർക്ക് ആളുകളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നത്. മഹാനായ സയ്യിദുൽ ഉലമാ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങള് ദീർഘായുസ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ദീർഘകാലം ഈ ഉമ്മത്തിന് നേതൃത്വം നൽകാൻ അള്ളാഹു സൗഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ. തങ്ങളെ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല. എങ്ങനെ ഉൾക്കൊള്ള? സുന്നത്ത് ജമാഅത്ത് കൃത്യമായിട്ട് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കല്ലേ? അപ്പൊ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ തങ്ങളെ കുറിച്ച് ഇല്ലാത്തങ്ങനെ പറഞ്ഞുണ്ടാക്കാൻ, എന്നിട്ട് പറയാ ജിഫിരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താ തങ്ങൾ പറഞ്ഞിട്ട്? നിങ്ങൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ഞങ്ങൾ ഈ സമൂഹത്തെ ഷിർക്കിലേക്ക് കൊണ്ടുപോകും, നരകത്തിലേക്ക് കൊണ്ടുപോകും തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നോക്ക് നിങ്ങൾ, ഒരു ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് പോലും കളവ് പ്രചരിപ്പിക്കാൻ ഒരു മടിയില്ലാത്ത വിഭാഗത്തിന് പിന്നെ ഇമാമിനെ കുറിച്ച് പറയാൻ മടി ഉണ്ടാകുമോ? നോക്ക് നിങ്ങൾ, അദ്ദേഹം പ്രസംഗിക്കുന്ന കേൾക്കും. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ പോലെ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ ഷിർക്കൊന്നും ഒഴിവാക്കൂല. ഖിയാമത്ത് നാൾ വരെ ഞാന് എന്റെ പാർട്ടി ആളുകളെ ഷിർക്കിലേക്ക് നയിക്കും, ആളുകളെ മുശ്രിക്കാക്കും, അവരെ നരകത്ത് പോകുന്നത് ഞാൻ ഉറപ്പിക്കും. അതിനാണ് ഞങ്ങള് മുജാഹിദുകളെ നിങ്ങൾ വിചാരിച്ചത് കൊണ്ട് ഈ ഷിർക്ക് ഞങ്ങൾ തിരുത്തൂല. കണ്ടോ, ജിഫിരി തങ്ങൾ പറഞ്ഞത്രേ ഞങ്ങൾ ഷിർക്ക് ഒഴിവാക്കൂലാണ്. പൊളിക്കൽ വെച്ചോണ്ടാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. ഞാൻ ഇവിടെയുള്ള മുജാഹിദ് സുഹൃത്തുക്കൾ ചോദിക്കുന്നു, ജിഫിരി തങ്ങൾ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞ ഒരു ക്ലിപ്പ് കാണിക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധ്യമാണോ? ഒരു ക്ലിപ്പ് കാണിച്ചില്ല. ഒരു ക്ലിപ്പ്. എന്താണ് ഈ പറയുന്നത്? ജിഫിരി തങ്ങൾ പറഞ്ഞത്രേ ഞാൻ ഈ സമുദായത്തെ ഷിർക്കിലേക്ക് കൊണ്ടുപോകും, നിങ്ങൾ പറഞ്ഞ നിർത്തൂല. കളവ് പ്രചരിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയും പരിമിതിക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ റെക്കോർഡല്ലേ, ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നതല്ലേ? എന്തും പറയാന്നാണോ? മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തും പറയാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു വലിയ മഹാപണ്ഡിതനെ കുറിച്ച്, ഒരു ആലിമിനെ കുറിച്ച്, ഒരു ആബിദിനെ കുറിച്ച്, ഒരു പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവിനെ കുറിച്ച് പറയുകയാണ്. ഇവിടെയുള്ള ആളുകളോട് പറഞ്ഞത്രേ നിങ്ങൾ എന്ത് വിചാരിച്ചാലും വേണ്ട, ഞങ്ങൾ ഇവരൊക്കെ നരകത്ത് കൊണ്ടുപോകും, ഷിർക്കിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഇയാൾ നിർത്തുന്നില്ല. എന്തൊക്കെ പ്രസംഗിക്കുന്നറിയോ? അദ്ദേഹം പറയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ശത്രു, ഖുർആന്റെ ശത്രു അത് സമസ്തക്കാരാണ്, BJP അല്ല, RSS അല്ല, സംഘ് പരിവാറല്ല. ഏറ്റവും വലിയ ശത്രു ആരാണ്? സമസ്തക്കാരാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞ് തിരുത്തി കൊടുക്കണ്ടേ? ഇത് നമ്മുടെ ബാധ്യത. അതിനാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത്. എത്ര മോശമായ ശൈലിയിലാണ് ഇവർ പ്രസംഗിക്കുന്നത്. നാട് നീളം മൈക്ക് കെട്ടി ഇவ்விധം പ്രസംഗിക്കുമ്പോ തിരുത്തണ്ടേ നമ്മൾ? കേൾക്കുന്നു. ഈ ജനതയെ പറ്റി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഖുർആൻ എവിടെ കിടക്കുന്നു, ഈ ജനത എവിടെ കിടക്കും? ലോകത്ത് ഖുർആനിന് ഏറ്റവും വലിയ ശത്രു സമസ്തയാണ്. RSSും BJP നിരീശ്വരവാദി ഒന്നല്ല. ഖുർആന്റെ ഏറ്റവും വലിയ ശത്രു സമസ്തയാണ്. RSS അല്ല, BJP അല്ല, മറ്റുള്ളവരല്ല. ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് സമസ്തയാണ്. പറയട്ടെ, ഏറ്റവും വലിയ ശത്രു കേരളത്തിന്റെ സമസ്ത. ഖുർആനിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന് അകറ്റി ഏക വർഗം സമസ്തയിലെ പണ്ഡിതന്മാർ. ഇത് ശരിക്കും മനസ്സിലായിക്കോളി. എന്താണ് ഈ പറഞ്ഞതൊക്കെ?
നമ്മള് ആളുകളെ ഖുർആൻ നകറ്റി ഖുർആന്റെ ശത്രുക്കളാണ് നമ്മളെന്ന് പോലും. ഇത് കുറച്ചൊന്നുമില്ല, ഒരു ക്ലിപ്പോ രണ്ട് ക്ലിപ്പൊന്നുമില്ല, എത്ര ക്ലിപ്പുകൾ നമുക്ക് കേൾപ്പിക്കാൻ കഴിയോ? ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയത്. എന്താ ഇപ്പൊ നമ്മൾ ചെയ്ത തെറ്റ്? എന്താ നമ്മൾ ചെയ്ത തെറ്റ്? നമ്മൾ ഖുർആൻ സ്വന്തമായിട്ട് അർത്ഥം വെച്ചിട്ടില്ല, ഹദീസുകൾ സ്വന്തമായിട്ട് അർത്ഥം വെച്ചിട്ടില്ല. നമ്മൾ ഖുർആനും ഹദീസും ഒക്കെ സഹാബത്ത് എങ്ങനെ മനസ്സിലാക്കിയോ, താബിയങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയോ, തബഉ താബിയങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയോ, പൂർവികർ എങ്ങനെ മനസ്സിലാക്കിയോ, അവിടെ നിന്നു എന്നൊരൊറ്റ കാരണത്തിന്റെ പേരിൽ. എന്നാൽ ഇന്ന് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസ്ഥ എന്താ? ഞാൻ അതിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ കൂടുതൽ തെളിവെന്ന് മുഖാമുഖത്തിൽ പറയാം. ബാക്കി ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്ത് നമ്മളെ കുറിച്ച് പറയാൻ ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? എന്ത് അധികാരമാണ് അവർക്കുള്ളത്? അവരുടെ അവസ്ഥ എന്താണ്? ഇന്ന് നമ്മളെ കുറിച്ച് പരസ്പരം ഷിർക്ക് ആരോപിച്ച ആളുകൾ, കുഫർ ആരോപിച്ച ആളുകൾ ഇന്ന് പരസ്പരം ഷിർക്ക് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്നമുകാർ പറയുന്നു വിസ്ഡക്കാർ മുശ്രിക്കാണ്, വിസ്ഡക്കാർ പറയുന്നു കേന്നമാർ മുശ്രിക്കാണ്. അപ്പൊ മർക്കസ് ദേവക്കാർ പറഞ്ഞു നിങ്ങൾ രണ്ടു കൂട്ടർ മുശ്രിക്ക് തന്നെയാണ്. ഈ പരമ സ്വർഗത്തുക്കളെ നമ്മളേതായാലും പോയി, നമ്മൾ പണ്ടേ നരകത്തിലാക്കി ഇവർ തള്ളി. പിന്നെ സ്വർഗത്തിലേക്ക് പോകാനുണ്ടായിരുന്ന മുജാഹിദുകളാ. ആ മുജാഹിദിന്റെ അവസ്ഥ എന്താണ് ഇന്നത്തെ അവസ്ഥ? ഇവരുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം. എവിടെ എത്തിയെന്നറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഖുർആനെ തള്ളുന്നു, ഹദീസിനെ തള്ളുന്നു, പൂർവികരെ തള്ളുന്നു, എല്ലാം തള്ളിയെന്ന് മാത്രമല്ല സ്വന്തം നേതാക്കന്മാരെ പോലും തള്ളുന്നു. ഇക്കാലം നിങ്ങൾ കേട്ടിട്ടില്ല ഇവരെന്താ പറഞ്ഞിരുന്നത്? ഇവർ പറഞ്ഞാ ഒന്ന് അമാനി മൗലയുടെ ഖുർആൻ പരിഭാഷ എല്ലാ പള്ളിയിലും വാങ്ങി വെക്കണം, അത് വായിക്കണം, അത് വായിച്ചാൽ തന്നെ ഹക്ക് ബോധ്യപ്പെടുന്ന എല്ലായിടത്തും പ്രസംഗിച്ചിരുന്നു. ഇപ്പൊ എന്താ പറയണത്? അമാനി മൗലയുടെ പരിഭാഷ ശരിയല്ല. എവിടേക്ക് എത്തി നോക്ക് നിങ്ങൾ. രണ്ടാമത് പറഞ്ഞായിരുന്നു കെ ഉമർ മൗലയുടെ പരിഭാഷയെ കുറിച്ചായിരുന്നു. കേരളത്തിൽ ഉടനീളം പ്രസംഗിച്ചാണ് ഇവർ കെ ഉമർ മൗലയുടെ പരിഭാഷ ഏറ്റവും നല്ല പരിഭാഷയാണ്, എല്ലാവരും വാങ്ങണം, വായിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ അവർ പറയുന്നു ആ പരിഭാഷ ശരിയല്ല. എല്ലാം തള്ളി പറയാം. ഞാൻ ഓരോന്നോരോന്ന് സമയത്തനുസരിച്ച് കേൾപ്പിക്കാം. നോക്കൂ നിങ്ങൾ, എന്റെ കയ്യിൽ കാണുന്നത് ഇവരുടെ പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങളിൽ ഇവരെ തന്നെ തുറന്നെഴുതുന്നു. എന്റെ കയ്യിൽ കാണുന്നത് അത്തൗഹീദ് മാസികയാണ്. ഈ അത്തൗഹീദ് മാസികയുടെ 42-ാമത്തെ പേജിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്താ അതിൽ പറയുന്നത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ പാത, സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം അതേതാണ്? ഇതിലിങ്ങനെ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും മൗലികമായ ആശയാദർശങ്ങളിൽ നിന്നും ഗണ്യതമായ വിധിവിലക്കുകളിൽ നിന്നും വ്യതിചരിച്ചവരെല്ലാം ദുർമാർഗത്തിലാണെന്നതിൽ സന്ദേഹമില്ല. അവർക്കെല്ലാം ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയദർശങ്ങൾ വിവരിച്ചു കൊടുക്കുന്നതോടൊപ്പം അത്തരം വിഭാഗങ്ങളെ, അവരുടെ വ്യാജവാദങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഖുർആനിന് വ്യതിചരിച്ചു പോയ ആളുകൾ, തിരുസുന്നത്ത് വ്യതിചരിച്ചു പോയ ആളുകൾ, അവരെ കുറിച്ച് സമൂഹത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതിൽ പറയാണ്. എന്നിട്ട് പറഞ്ഞിങ്ങനെ പറയാണ്, ഖുർആനിലും പ്രവാചക ചര്യയിലും അടിയുറച്ച് നിന്ന വിഭാഗമാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. ഖുർആനിൽ അടിയുറച്ച് നിൽക്കണം, ഹദീസിൽ അടിയുറച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് പറയുന്നു. ഇനി കേട്ടോളൂ, വളരെ കൃത്യമായി കൊണ്ട് രേഖപ്പെടുത്തി നോക്കും നിങ്ങൾ. എന്താണ് ആ വിഭാഗത്തെ കുറിച്ച് പറയാണ്? ആരാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്? ഖദരികൾക്കെതിരെ പോരാടിയവർ, ആ സഹാബികൾ, മുഅ്തസിലിയാക്കൾ, അതുപോലെ തന്നെ മുർജിയത്ത് പോലെയുള്ളവർക്കും റാഫിദുകൾക്കും എതിരെ പോരാടിയ മദ്ഹബിന്റെ ഇമാമുകൾ, താബിയുകൾ, അവരുടെ പിൻഗാമികൾ തുടങ്ങിയവരെല്ലാം സത്യത്തിന്റെ വക്താക്കളുടെ ഗണത്തിൽപ്പെടുന്നു. എന്താ അതിൽ പറഞ്ഞത്? 4 മദ്ഹബിന്റെ ഇമാമികൾ, അവരുടെ പിൻഗാമികൾ, അവരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ ജീവിച്ചവരാണ്. അപ്പൊ സത്യത്തിന്റെ മാർഗം ഏതാ? പുണ്യനബിയുടെ മാർഗം, സഹാബത്തിന്റെ മാർഗം, താബിയങ്ങളുടെ മാർഗം, തബഉ താബിയങ്ങളുടെ മാർഗം. ഈ മാർഗങ്ങളൊക്കെ എല്ലാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗമാണ്. കഴിഞ്ഞില്ല. ഈ എന്റെ കയ്യിൽ കാണുന്ന ഈ പുസ്തകത്തിൽ പറയുന്നു, 14 നൂറ്റാണ്ടുകളിൽ കഴിഞ്ഞുപോയ ഓരോ പണ്ഡിതന്മാരെയും പഠിക്കണം, അവരൊക്കെ സ്വീകരിക്കണം, അപ്പോഴേ ശരിയായ റൂട്ടിലാവുകയുള്ളൂ. ഇതല്ലേ സമസ്തക്കാരൻ വരെ പറഞ്ഞത്? ഇതല്ലേ സമസ്തക്കാരൻ വരെ പറഞ്ഞത്? സ്വന്തമായിട്ടൊന്നും സ്വീകരിക്കണ്ട, സ്വന്തമായിട്ടൊന്നും പിൻപറ്റണ്ട. നിങ്ങൾ ഖുർആനും ഹദീസും സഹാബത്തും താബിയങ്ങളും തബഉ താബിയങ്ങളും എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ സമസ്തന്റെ ആലിമ്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു, സുന്നികളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു.
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ വേദികൾ വെച്ചുകൊണ്ട് പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞില്ലേ? ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികളാണ് സംസ്ഥാന പണ്ഡിതന്മാർ, സുന്നികളെന്ന് മൈക്ക് കെട്ടി പ്രസംഗിച്ചില്ലേ? എത്ര വേദനയുണ്ട് നമുക്ക്. ആദർശപരമായ വിഷയങ്ങളെ ആദർശപരമായി നേരിട്ടോട്ടെ. എന്തിനാണ് ഇതൊക്കെ? എന്തിനാണ് ഇവരിതൊക്കെ നാട് നീളെ പ്രസംഗിക്കുന്നത്? അത് പറയുമ്പോ തിരുത്തി കൊടുക്കുക നമ്മുടെ ബാധ്യതയാണ്. അത് തിരുത്തി കൊടുക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഇങ്ങനൊരു പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകുന്നത്.